ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പാക്കിങ്ങിൻ്റെ വീഡിയോ എല്ലാം നിങ്ങൾ കണ്ടു കാണും. ഗുരുവായൂരോട്ട് പോകാനാണ് മാരേജിന്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേ ആയി, എല്ലാവരും വീട്ടിൽ വന്നു തുടങ്ങി. ആക്ച്വലി ഞാൻ ഇൻട്രോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ഫോണിൽ സ്പേസ് ഇല്ലാത്തത് കാരണം കുറച്ച് വീഡിയോസ് ഡിലീറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ കൂട്ടത്ത് എൻ്റെ ഇൻട്രോയും പോയായിരുന്നു. സോ അതാണ് കേട്ടോ ഞാനിപ്പോൾ ഡബ് ചെയ്തിടുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ 7 മണിക്കാണ് പോകാൻ നിന്നത്. ബട്ട് 7:30 നമുക്ക് പോകാൻ സാധിച്ചുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത്രയും ടൈം എടുത്തു കേട്ടോ. പക്ഷേ 7:30 തന്നെ നമ്മൾ തിരിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഫൈനലി എല്ലാവരും വന്നിട്ടുണ്ട്. ലാസ്റ്റ് വന്നത് എൻ്റെ ഏട്ടൻ്റെ വൈഫ് തന്നെയാണ് കേട്ടോ. ഹലോ, അവിടേക്ക് എല്ലാ വണ്ടിയും ഇവിടെ പാർക്ക് ചെയ്തിട്ടേക്കുവാണ്. ശ്രീകുട്ടി ഇവിടെ നില്ലേ മീനൊക്കെ ഫുഡ് കൊടുത്തിട്ട്? ശ്രീകുട്ടി അവിടെ നിൽക്കുമോ മീനിന് ഫുഡ് കൊടുത്തിട്ട്? നമ്മളെല്ലാവരും പോയി വരട്ടെ? പറ്റൂല, അതെന്ത്? ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് ഒരു കാറും ഒരു ടൂറിസ്റ്റ് ബസ്സുമാണ്. അതായത് തിരിച്ച് പെൺകുട്ടിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കാറൂടെ പോകുന്നത്. പിന്നെ നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും കുറച്ച് സീറ്റ് ഒഴിവുണ്ടായിരുന്നു. ബിക്കോസ് നമ്മൾ 2-3 പേര് ഈവനിങ് ട്രെയിനിലാണ് അവിടെ എത്തിയത്. പക്ഷേ തിരിച്ച് നമ്മുടെ കൂടെയാണ് കേട്ടോ വരുന്നത്. പിന്നെ അവൻ്റെ 2 ഫ്രണ്ട്സൊക്കെ തിരിച്ച് വരാനുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ സീറ്റ് ജസ്റ്റ് നമുക്ക് ഫില്ലാവാതെ തന്നെ. ബസ്സിൽ വന്ന് കയറിയപ്പോഴത്തേക്ക് എല്ലാവരും 2 പേരായിട്ട് കപ്പിൾസായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഒറ്റപ്പെട്ടു കേട്ടോ. എൻ്റെ അമ്മയും പോയി ആൻറ്റീൻ്റെ അടുത്തിരുന്നു, ഏട്ടത്തിൻ്റെ അടുത്ത് കുഞ്ഞിരിക്കുന്നു. പിന്നെ സീറ്റ് ഒഴിവുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ ബസ്സിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഞാൻ വഴി പറഞ്ഞുതരാം കേട്ടോ. അത് നിങ്ങൾ വെയിറ്റ് ചെയ്യാം കേട്ടോ, എങ്ങനെയാണ് നമ്മളുടെ ട്രാവലിംഗ് ഒക്കെ ഉള്ളതെന്ന്. എന്തോ ആക്ച്വലി നമ്മളിപ്പോൾ തോന്നയ്ക്കൽ എത്തിയതേ ഉള്ളൂ കേട്ടോ. നമ്മൾ ബുക്ക് ചെയ്തിരുന്ന ബസ്സാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ തേച്ചു. അവർ ഊട്ടിയിൽ പോയിട്ട് ഇതുവരെ എത്തിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ നമുക്ക് പകരത്തിന് വേറെ ബസ് തന്നത്. ആ ബസ്സാണെന്നുണ്ടെങ്കിൽ ഒരു ചക്കട ബസ് നമ്മളെ ബസ്സിലേക്കല്ല, നമ്മൾ 2 മാസം കൊണ്ട് ബുക്ക് ചെയ്ത് എഗ്രിമെൻ്റ് എഴുതിയതാണ്. ഇപ്പോൾ നമ്മൾ അതിന് ശേഷം ഫോൺ വിളിച്ച് സംസാരിച്ച് ഇനി വേറെ ബസ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് കൊള്ളൂല, സൗണ്ട് ബോക്സ് കൊള്ളൂല, ഭയങ്കര എന്ന് വെച്ചാൽ ഇവരെ കുറ്റം പറയാൻ പറ്റൂല. നമ്മൾ ബുക്ക് ചെയ്ത വേറെ ആൾക്കാരല്ല, അവർ ഇവരെ പറഞ്ഞ് ഇന്ന് രാവിലെ വിട്ടതാണ്. ഇപ്പോൾ നമ്മൾ ഒരു പമ്പിലിരുന്നിട്ട് എല്ലാവരുമായിട്ട് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ആ സമയത്തിനകത്ത് ബസ് നെക്സ്റ്റ് വരും എന്നാണ് പറയുന്നത്. ശേ ആദർശ കഴിക്കാതെ ശേ കൊടുത്തു തുടങ്ങിയാ? എണ്ടയോ ഇങ്ങോട്ട് ഒഴുക്ക്. ഇല്ല ഇതൊക്കെ മസ്റ്റായിട്ട് വരും ഈ ചോദിച്ചടക്കം. രാവിലെയുള്ള ഫുഡ് നമ്മൾ ഓൾറെഡി ഇവിടെ നിന്ന് പാക്ക് ചെയ്തിട്ടാണ് കൊണ്ടുപോയത്. നമ്മളൊരു ഹോട്ടലിൽ പറഞ്ഞ് പാക്ക് ചെയ്തുകൊണ്ടുപോയി. ദോശ ഉണ്ടായിരുന്നു, പിന്നെ ഇടിയപ്പവും കടലക്കറിയൊക്കെ ഉണ്ടായിരുന്നു. സ്നേഹച്ചേട്ടന് ഞാൻ അതിൽ നിന്ന് ഇടിയപ്പമാണ് കേട്ടോ ചൂസ് ചെയ്തത്. പിന്നെ നമ്മളിപ്പോൾ ഉള്ളത് തോന്നയ്ക്കൽ പമ്പാണ്. ആറ്റിങ്ങലിനടുത്തുള്ള തോന്നയ്ക്കൽ BPCL പമ്പിലിരുന്നിട്ടാണ് നമ്മൾ ഈ ഫുഡൊക്കെ കഴിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി വരാൻ ലേറ്റ് ആവുമല്ലോ. എന്നാലും ഇതെന്തൊരു അവസ്ഥയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മൾ നെക്സ്റ്റ് ബസ് പിന്നെയും മാറി കയറാണ്. ഇപ്പോൾ വേറെ ബസ് വന്നിട്ടുണ്ട്. ഭയങ്കര വെയിൽ കേട്ടോ. നമുക്ക് തന്നെ ഒരുമാതിരിയായി. നമ്മളല്ലേ വിളിച്ചിട്ട് എല്ലാവരും വന്നേ. പക്ഷെ നമ്മൾ തെറ്റല്ല. അതായത് നമ്മൾ ഉടനെ തന്നെ വേറെ ബസ് അറേഞ്ച് ചെയ്തായിരുന്നു. ഇപ്പോൾ തോന്നയ്ക്കലാണുള്ളത്. ഈ ബസ്സിൻ്റെ സിറ്റുവേഷൻ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, സീറ്റ് ഇവിടെ ഇങ്ങനെ, പിന്നെ ഈ ഒരു സിറ്റുവേഷനാണ്. ഇതിൽ സൗണ്ട് ബോക്സ് ഇല്ല, വർക്കാവില്ല, ഒന്നും വർക്കാവില്ല. ഇപ്പം നമ്മൾ നെക്സ്റ്റ് ബസ്സിലോട്ട് മാറിയിട്ടുണ്ട്. എല്ലാവരും അപ്പുറത്ത് കയറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ അടുത്ത ബസ്സിലോട്ട് കയറാണ്. ഇത് കൊള്ളാമല്ല? ഇതെങ്ങനെയുണ്ട്? കുഴപ്പമില്ല അല്ലേ? ഈ ബസ് എങ്ങനെയുണ്ട്? ഒന്നും ആദർശ് പോകെ അറിയാല്ലേ? കുട്ടിച്ചേട്ടൻ്റെ അടുത്താണ് കേൾക്കാൻ. സ്റ്റാർട്ട് ചെയ്യാൻ പറയാ. എനിക്കും പറയാം നേരത്തെക്കാളും. പക്ഷെ ഇനി
ഞങ്ങൾ നെക്സ്റ്റ് പോകുന്നത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. ഏകദേശം ഉച്ചയായി. ഉച്ചയ്ക്കാണ് എല്ലാവർക്കും ഫുഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ തന്നെ അനിയനൊക്കെ കാറിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തന്നെ ഒരു ഹോട്ടൽ ചൂസ് ചെയ്തു. നമ്മളവിടെ ഒന്നുകിൽ ഊണ് അല്ലാന്നുണ്ടെങ്കിൽ ബിരിയാണി, ഇതിൽ ഏതെങ്കിലുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എടുത്തത് നല്ല ബിരിയാണിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല ഓക്കെ ആയിരുന്നു കേട്ടോ. ഫുഡ് ഊണായിരുന്നാലും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ചിക്കൻ ബിരിയാണിയിലാണെന്നുണ്ടെങ്കിൽ ബിരിയാണി ഉണ്ട്, പിന്നെ 2 പീസ് ചിക്കൻ ഉണ്ടായിരുന്നു, നല്ല മുട്ട ഉണ്ടായിരുന്നു. മുട്ട ഞാൻ കഴിക്കത്തില്ല കേട്ടോ, ചിക്കൻ ബിരിയാണിയോട് മുട്ട ഞാൻ കഴിക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ ബിരിയാണി കഴിക്കുമ്പോഴേ വയർ ഫുള്ളാവും. എനിക്ക് ആക്ച്വലി ഹാഫ് ബിരിയാണിയാണ് ഇഷ്ടം, പക്ഷേ അവിടെ ഹാഫ് ബിരിയാണി ഇല്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ഊണിൻ്റെ കൂടെ നല്ല പാൽപ്പായസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുഞ്ഞിന് ഞാനാണ് വാരി വെച്ച് കൊടുത്തത്. ഓൾറെഡി ഏട്ടത്തിയുടെ ഇളയ കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ, അപ്പുറത്തെ ഏട്ടൻ്റെ അടുത്ത് ഇരുന്നിട്ട്. അപ്പോൾ അവൻ്റെ അടുത്ത് ബിരിയാണിയാണോ ചോറ് വേണോ എന്ന് കേട്ടപ്പോഴത്തേക്കും അവന് ഭയങ്കര കൺഫ്യൂഷനായി. ആദ്യം അവൻ ഊണ് മതി എന്ന് പറഞ്ഞു, പിന്നീട് പറയുന്നു എൻ്റെ ബിരിയാണി കണ്ടപ്പോഴത്തേക്കും ബിരിയാണി മതി എന്നും പറയുന്നുണ്ട്. അവന് തന്നെ ഒരു പിടുത്തമില്ല. എന്തേ ധാരൊന്നുട്ടെ നമ്മളിപ്പം ഈവനിങ് ആയി കേട്ടോ, നമ്മൾ ലേറ്റ് ആയിപ്പോയി. ഇപ്പോൾ ഒരിടത്ത് ചായ കുടിക്കാൻ നിർത്തിയിരിക്കുകയാണ്. ഞാൻ ചായ കുടിക്കത്തില്ല, ഇവരെല്ലാവരും ചായ കുടിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് പോകാൻ. ഞങ്ങൾ ഇരുട്ടുന്നതിന് മുമ്പ് എത്തണമെന്നാണ് വിചാരിച്ചത്, പക്ഷെ അത് നടക്കത്തില്ല. എന്തായാലും ലേറ്റ് ആയിപ്പോയി. പോകണ്ടേ? അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ പറഞ്ഞെടുത്തുള്ള സ്റ്റേയിൽ എത്തിയിട്ടുണ്ട്. നല്ല നൈറ്റായി കേട്ടോ. നമ്മൾ എത്തിയപ്പോഴത്തേക്ക് 5 മണിക്ക് എത്തേണ്ട നമ്മളായിരുന്നു. അങ്ങനെ നമ്മൾ ഫൈനലി ഇവിടെ നമ്മൾ സ്റ്റേയിൽ എത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് സെറ്റിലാവുന്നേ ഉള്ളൂ. ഒന്ന് ഫ്രഷപ്പായിട്ട് ഫുഡ് നെക്സ്റ്റ് കഴിക്കണം. എല്ലാവർക്കും നല്ല ടയർഡാണ്. പിന്നെ പൂ മേടിക്കാനൊക്കെ പോകണം കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് അങ്ങോട്ടായിരിക്കും. നല്ല ക്ഷീണിച്ചു, കുറേ പേരൊന്നും കേട്ടോ ഉറങ്ങി. സ്റ്റേ എങ്ങനെയുണ്ട് ആൻറ്റി? ആൻറ്റി ഇവിടെ റിവ്യൂ പറയാന്ന്. അമ്മ എങ്ങനെയുണ്ടായിരുന്നു യാത്ര? ഇല്ലേ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? നൈറ്റുള്ള ഫുഡ് നമ്മൾ സ്റ്റേ ഉള്ളിടത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ സൈഡിലോട്ട് പോയാണ്. ജസ്റ്റ് നമ്മൾ പൂവൊക്കെ മേടിക്കാനുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കുറേ ഇങ്ങനെ നടന്ന് പോവുകയാണ്. ഇപ്പോൾ കുറച്ച് നമ്മുടെ കൂടെ ഉണ്ട്, കുറേ പേര് അങ്ങ് നടന്ന് എവിടെയോ പോയി. ഫ്രണ്ട് എങ്ങനെ പോകും? ഫസ്റ്റ് ടൈമാണ് കേട്ടോ നമ്മൾ ഗുരുവായൂർ വരുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് വന്നിട്ടില്ല. ഇവിടെ വന്നിട്ടുണ്ട്, ഞാൻ വന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ചെന്ന് നടന്ന് ഉറങ്ങാൻ. നമ്മൾ പൂവ് തപ്പിയുള്ള നടത്തമാണ് കേട്ടോ. കുറേ നേരമായി പൂവ് തപ്പി തപ്പിയിരിക്കുന്ന നടക്കുകയാണ്. അങ്ങനെ നമ്മളെ കാണാതെ പോയ 2 പേരെ കണ്ടുകിട്ടിയിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ 3ാമത്തെ ആളെ കണ്ടുകിട്ടിയിരിക്കുകയാണ്. പൂ മേടിച്ചോ ചേച്ചി? നമ്മൾ വാങ്ങിച്ച അയ്യോ വാ ഉറങ്ങി.
രൂപയുടെ മയിൽപ്പീലി? ഒന്നാ? കൃഷ്ണ ചേട്ടൻ വീഡിയോ എടുക്കണോണ്ട് നന്നായിട്ടിരിക്കും. എന്തേലും എവിടെ നോക്കിയാലും കൃഷ്ണൻ. കൂടെ ഞങ്ങളുടെ കൂടെ ആദ്യം എല്ലാവരും ഉണ്ടായിരുന്നു. പകുതി എത്തിയപ്പോഴത്തേക്കും എല്ലാവരും തൊഴിഞ്ഞു പോയായിരുന്നു കേട്ടോ. പിന്നെ ഞാനും ഏട്ടത്തിയായിട്ട് കുറച്ച് കടകളിൽ ആക്ച്വലി നമുക്ക് സാധനമൊന്നും മേടിക്കാനില്ല, എന്നാലും നമ്മളവിടെ വന്നതല്ലേ, അതുകൊണ്ട് നമ്മളങ്ങനെ നന്നായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. അതായത് മെയ് മാസം ആയതുകൊണ്ട് ഇച്ചിരി കൂടെ ഭയങ്കര തിരക്കാണ്. ഒരുപാട് കല്യാണങ്ങളൊക്കെ ഈ മെയ് മാസത്താണ് നടക്കുന്നത്. അപ്പം നമ്മളെ കൂടെ വന്നവരൊക്കെ അവിടെ തളർന്ന് വഴിയാധാനമായിട്ടിരിക്കുകയാണ്. ഞങ്ങൾ കുറേ അടുത്ത് പൂ നോക്കിയായിരുന്നു, ഒരിടത്തൊന്നും മേടിച്ചില്ല. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുട്ടാണ് നോക്കിയത്, എല്ലായിടത്തും വിരിഞ്ഞ പൂവാണ് ഉണ്ടായിരുന്നത്. പിന്നെ കൂടാതെ തന്നെ നമുക്ക് അടുക്കി കെട്ടിയ പൂവില്ലേ, എനിക്ക് അതാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇല്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ നാട്ടിലായിരുന്നെങ്കിൽ നമ്മൾ കെട്ടാത്ത പൂ മേടിച്ചിട്ട് നല്ല അടുക്കി കെട്ടിയേനെ. പക്ഷേ ഇവിടെ അങ്ങനെ നമുക്ക് പറ്റത്തില്ലല്ലോ, നമുക്ക് ഒന്നാമത് സമയമില്ല, പിന്നെ കുറേ സാധനങ്ങളൊക്കെ അല്ലാതെ നോക്കി. അങ്ങനെ പോയപ്പോഴാ കൊച്ചിനും കുഞ്ഞമ്മ അവിടെ വെച്ച് കണ്ടായിരുന്നു. പിന്നെ അവരിന്ന് കടലേക്ക് മേടിച്ചിട്ട് പിന്നെയും ഞാൻ ഏട്ടത്തിയായിട്ട് പിന്നെയും ഇതാ ഈ ബാഗ് നോക്കിയായിരുന്നു കേട്ടോ. ഇതിൽ ഏത് ബാഗ് എടുത്തു കഴിഞ്ഞാൽ 150 രൂപയുള്ളൂ. ഭയങ്കര ക്വാളിറ്റി ഒന്നുമില്ല, എന്നാൽ 150 രൂപയ്ക്കുള്ള ക്വാളിറ്റി ഉണ്ട്. പിന്നെ അവിടെ ഒരു അമ്പലക്കുളമുണ്ട്, നിറച്ച് മീനാണ് കേട്ടോ അവിടെ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ അമ്മയെ വിളിച്ച് നമ്മൾ ഇതൊക്കെ കാണിച്ചായിരുന്നു. അമ്മാതിരി മീനുണ്ട് ഇഷ്ടംമാതിരി. പിന്നെയും നമ്മൾ നടന്ന് ഒരു ചായയും കുടിച്ചു. ചായ അവളാണ് കുടിച്ചത് കേട്ടോ. ഞാനൊരു നാരങ്ങ വെള്ളമെന്ന് അവിടെയുള്ള ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാ പാട് എനിക്കേ അറിയാവൂ. അത് കഴിഞ്ഞിട്ട് നമ്മളതാ പൂ മേടിച്ചായിരുന്നു കേട്ടോ. ഞാൻ 4 മുഴം മേടിച്ചു, അവളൊരു 3 മുഴമാണ് മേടിച്ചത്. കണ്ടോ, ഇത് നല്ല അടുക്കി കെട്ടിയത്. അവിടെ ഉള്ളതിൽ അയാളുടെ അടുത്തിരുന്ന പൂവാണ് ഇച്ചിരി കൂടെ നല്ല നമുക്ക് ക്വാളിറ്റി തോന്നിച്ചത്. എല്ലാം ക്വാളിറ്റി ഉണ്ട് എന്നാലും പറഞ്ഞതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ക്ഷീണം. ഇനി റൂമിൽ പോയതിന് ശേഷം, വീട്ടിൽ പോയിട്ടെന്നാണ് പറയാൻ വന്നത്, റൂമിൽ പോയതിന് ശേഷം കുറേ സാരിയൊക്കെ ട്രാപ്പ് ചെയ്ത് വെച്ചൊക്കെ ഒന്നുകൂടെയൊക്കെ സെറ്റ് ചെയ്യണം, നെയിൽ പോളിഷ് ചെയ്യണം, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പൂവൊക്കെ മേടിച്ചിട്ടുണ്ട്. പലരും പല വഴിക്കായി, എല്ലാവരും തപ്പി പിടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വരുന്നതിന് ടാറ്റ ബൈ ബൈ, സീ യു. താങ്ക് യു സോ മച്ച്.